ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാഡം പറഞ്ഞതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഗുഡ്. അറിയാലോ, ഞാൻ വലിയൊരു റിസ്ക് എടുത്തിരിക്കുന്നത്. നല്ല പ്രൊഫൈലായിരുന്നു അയാളുടേത്. MD ചോദിച്ചാ ഞാൻ എന്ത് മറുപടി പറയും? അതിനുള്ള മറുപടി ഞാൻ തന്റെ അക്കൗണ്ടിലേക്ക് അയക്കുന്ന പണം പറയും. മതി. ആന്റി ഈ പറയുന്നൊക്കെ സത്യമാണോ? കണ്ടത് അർച്ചനേട്ടത്തി തന്നെയാണോ? എവിടുന്ന്? സച്ചിയേട്ടന്റെ അസുഖം അമ്മയ്ക്കും പിടിപെട്ട് കാണും. അല്ല, അമ്മയുടെ കണ്ണട പൊട്ടിയിട്ട് ഇതുവരെ തിരിച്ചു വാങ്ങിക്കൊണ്ടുവന്നില്ലല്ലോ. കണ്ണാടി ഇല്ലാത്തതിന്റെ ഒരു മൂടാപ്പ് കുറച്ചു ദിവസമായിട്ട് അമ്മയുടെ കണ്ണിലുണ്ട്. ചില കാര്യങ്ങൾക്കൊന്നും വ്യക്തതയില്ല. ശരിയാ, കാണുന്ന കാഴ്ചകൾക്കൊന്നും വ്യക്തതയില്ലായിരിക്കും. പക്ഷെ എന്റെ ചെവിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ കേട്ടത് എന്റെ മോളുടെ ശബ്ദം തന്നെയാ. അതിനെനിക്ക് കണ്ണട വേണ്ടല്ലോ. എന്റെ ഉള്ളിൽ നിന്ന് അവളുടെ ശബ്ദം പോകുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അത് അവള് തന്നെയാ, അവള് തന്നെയാ. ഞാൻ മുഖം കഴുകിയിട്ട് ഒന്നുകൂടെ നോക്കിയപ്പോ കണ്ണിലെ മൂടാപ്പ് മാറി ഞാൻ വ്യക്തമായിട്ട് കണ്ടതാ. അവളൊരു കാറിലോട്ട് ഇങ്ങനെ കേറി പോകുന്നു. സത്യാണോ ആന്റി പറയുന്നത്? ആ സത്യം. നീ ഒന്നും മിണ്ടാതിരുന്നേ. ഏട്ടത്തി ഈ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഏട്ടത്തി നമ്മളെ കാണാതെ പോവോ? അത്ര പെട്ടെന്ന് നമ്മളെയൊക്കെ മറക്കാൻ പറ്റുമോ അർച്ചനേട്ടത്തിക്ക്? എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. സച്ചിയേട്ടന്റെ കാര്യം പോട്ടെ, അവര് തമ്മിൽ പിണങ്ങി പിരിഞ്ഞതാണെന്ന് പറയാം. പക്ഷെ സ്വന്തം അമ്മയോടും സഹോദരങ്ങളോടും ഒക്കെ ഏട്ടത്തി പിണങ്ങി പിരിഞ്ഞിട്ടില്ലല്ലോ. അത് മാത്രമല്ല, താഴെ വീണുപോയ സഞ്ചിയും പച്ചക്കറിയും അർച്ചനേട്ടത്തി തന്നെ എടുത്തു തന്നല്ലേ പറഞ്ഞേ? അതെ. എന്നിട്ട് അവളോടൊരു ചോദ്യം ചോദിച്ചു, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്മയെന്ന്. പണ്ട് അവൾ എന്നോട് ചോദിക്കുന്ന പോലെ തന്നെ. ആ ശബ്ദം കേട്ടപ്പോ എന്റെ നെഞ്ചെന്ന് പിടഞ്ഞു പോയി. അപ്പോഴേക്കും അവളങ്ങ് തിരിഞ്ഞു പോയി കളഞ്ഞ്. ബൈക്ക് തട്ടി റോഡിൽ വീണതിന്റെ ഷോക്കില് അമ്മയ്ക്ക് അങ്ങനെ തോന്നിയതാ. അല്ലെങ്കിൽ അത്ര അടുത്ത് വന്ന അമ്മയെ കണ്ടിട്ട് അർച്ചന എന്തിനാ അമ്മയെ തിരിച്ചറിയാത്ത പോലെയൊക്കെ പെരുമാറിയത്? ഇത്രയും നാളിന് ശേഷം കാണാതിരുന്ന അമ്മയെ കാണുമ്പോ സാധാരണ ഒരു മകൾ എന്താ ചെയ്യണ്ടേ? ആദ്യത്തെ എക്സൈറ്റ്മെന്റിൽ തന്നെ അമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയും. ഞാനാണെങ്കിൽ ആദ്യം തന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും. ഇതുവരെ ആരെയും കാണാൻ പറ്റാതിരുന്നതിന് മാപ്പ് ചോദിക്കും. ഇതൊക്കെയാ സംഭവിക്കേണ്ടത്. ഇവിടെ അർച്ചന അമ്മയെ കണ്ടിട്ട് അങ്ങനെ വലുത് സംഭവിച്ചോ? ഇല്ല. ഇനി അമ്മ കണ്ടത് യഥാർത്ഥത്തിൽ അർച്ചനേട്ടത്തി തന്നെ ആയിരുന്നെങ്കിൽ അമ്മയ്ക്ക് കണ്ണാടി ഇല്ലാഞ്ഞതുകൊണ്ട് ഒരുപക്ഷെ ആളെ തിരിച്ചറിയാൻ പറ്റിയില്ല. പക്ഷേ അർച്ചനേട്ടത്തിക്ക് അമ്മയെ തിരിച്ചറിയാൻ കഴിയുമായിരുന്നല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല? അതിനർത്ഥം ഒന്നേ ഉള്ളൂ, അത് അർച്ചനേട്ടത്തി അല്ല. എന്റെ നടുവേ തലയിറങ്ങാൻ പറ്റുമേ? അമ്മ ശ്രദ്ധിക്കണ്ടേ അമ്മ? മോളെ, ആരാ ഇത്? അച്ചു, അച്ഛനെ. അമ്മ കണ്ടത് അർച്ചനേട്ടത്തി അല്ല, ആ രൂപസാദൃശ്യമുള്ള മറ്റാരെയോ ആണ്. ആന്റി, ഒരാളെ പോലെ ഈ ലോകത്ത് 7 പേരുണ്ടെന്നല്ലേ പറയുന്നത്. ചിലപ്പോ അതിലാരെങ്കിലും ആണെങ്കിലോ? നിങ്ങൾ ആരും പറഞ്ഞത് ഞാൻ വിശ്വസിക്കത്തില്ല. അതെന്റെ അച്ചു തന്നെയാ. തന്നെയാ. അമ്മേ, എന്നാ പിന്നെ ഞാൻ അനൂപേട്ടനെ വിളിച്ചു പറയാം. ഈ നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അനൂപേട്ടൻ അർച്ചനെ കണ്ടുപിടിച്ചോണ്ട് വരും. ഞാൻ കണ്ടത് എന്റെ കുഞ്ഞിനെ തന്നെയാണെങ്കിൽ ദൈവം അവളെ എന്റെ മുന്നിൽ തന്നെ കൊണ്ടു നിർത്തി തരും. ആന്റി ഇത്രയും ഉറപ്പിച്ച് പറയുമ്പോ ഇനി ഇത് അർച്ചനേട്ടത്തി തന്നെയാണോ?
മേ കം ഇൻ? യെസ്, കമൻ. ദാ സർ. ഇരുന്നോളൂ. നേരത്തെ നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലായിരുന്നു അല്ലേ? അതെ. ഇന്ന് ജോയിൻ ചെയ്യാനാണോ വന്നത്? അതെ. എനിക്ക് ഓഫർ ലെറ്റർ കിട്ടിയിരുന്നു. അതെ, HR നിന്ന് ഓഫർ ലെറ്റർ അയച്ചിരുന്നു എന്നുള്ളത് സത്യമാ. ഹലോ മാഡം. ആ, ഓർമ്മയുണ്ട് മാഡം. ഞാൻ വിളിക്കാം മാഡം. ശരി സർ. ഓരോ മിനിറ്റിലും ഇങ്ങനെ ഫോൺ കോൾ വന്നുകൊണ്ടിരുന്നാൽ നിങ്ങൾ എങ്ങനെ ജോലി ചെയ്യും? ജോലി സമയത്ത് ഞാൻ ഫോൺ ഉപയോഗിക്കാറില്ല സർ. പഴയ സ്ഥലത്ത് അങ്ങനെ പലതും നടന്നിട്ടുണ്ടാകാം, പക്ഷെ ഇവിടെ അത് പറ്റില്ല. നിങ്ങളെപ്പോലെ ഒരാളെ ഇവിടെ ജോലിക്ക് വെക്കാൻ പറ്റില്ല. അല്ല, അതിന് ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തില്ലല്ലോ സർ. താൻ എന്നെ പഠിപ്പിക്കുകയാണോ? അല്ല സർ, ഒരു ഓഫീസിൽ ജോലി ചെയ്യുമ്പോഴുള്ള ഡിസിപ്ലിൻ എന്താണെന്ന് എനിക്കറിയാം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ സാറിന് ഫോൺ വന്നു. സാർ അതെടുത്തു. പക്ഷേ ഞാൻ കോൾ അറ്റൻഡ് ചെയ്തില്ല. എന്നിട്ടാണോ സാർ എന്നോട് ചൂടാവുന്നത്? എന്നെ ഭരിക്കാൻ നീ ആരാ? ഇറങ്ങിപ്പോടോ. സാറ് കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം. അത് ശരി. വന്ന് കയറുന്നതിന് മുമ്പ് നീ എന്നെ മര്യാദ പഠിപ്പിക്കുന്നോ? സെക്യൂരിറ്റി, ഇയാളെ പിടിച്ച് പുറത്താക്കണോ? പാടോ. സർ, സാർ എന്തേ കാണിക്കുന്നേ? എനിക്കൊന്നും കേൾക്കണ്ട. ഇയാളോട് പോകാനല്ലേ പറഞ്ഞേ? പിടിച്ച് പുറത്താക്കണോ? പോരുത്. പാടോ. സാർ, ഞാൻ അതിനൊന്നും ചെയ്തില്ലല്ലോ. പിടിച്ചോണ്ട് പോടോ. എന്റെ ശരീരത്തോട്ട് പോരുത്. ചവിട്ടി പുറത്താക്കണോ? ഓടോട്ട്. ഇയാളൊക്കെ എവിടെ? ഹലോ, എന്തായി? മേഡം പറഞ്ഞതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഗുഡ്. അറിയാലോ, ഞാൻ വലിയൊരു റിസ്ക് എടുത്തിരിക്കുന്നത്. നല്ല പ്രൊഫൈലായിരുന്നു അയാളുടേത്. MD ചോദിച്ചാ ഞാൻ എന്ത് മറുപടി പറയും? അതിനുള്ള മറുപടി ഞാൻ തന്റെ അക്കൗണ്ടിലേക്ക് അയക്കുന്ന പണം പറയും. മതി, അത് മതി. മറുപടിയൊക്കെ ഞാൻ പറഞ്ഞോളാം. അരമണിക്കൂറിനുള്ളിൽ താൻ ആവശ്യപ്പെട്ട പണം തന്റെ കയ്യിലെത്തും. താങ്ക് യു മാഡം. ഇനി ഇതുപോലെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഹലോ ഹലോ